जय ഹരേ കൃഷ്ണ പ്രഭു, ക്ലാസിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. जय श्री राम श्रील प्रभुपाद श्रील गुरुदेव की नारायण गौरी ओम नमो भगवते वासुदेवाय ओम नमो भगवते
വാസുദേവായ. ഹരേ കൃഷ്ണ പ്രഭു, സൗണ്ടിന് ഏതോ പ്രശ്നമുണ്ട്, ക്ലിയർ അല്ല. ജസ്വൈ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ നമസ്കൃത്യ നരം ചൈവാനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയം. നക്ഷത്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തി നൈവസ്തുതേ. ജയ ശ്രീമദ്ഭഗവതി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त. हरे कृष्णा 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 हरे हरे, हरे राम राम हरे. ഹരേ കൃഷ്ണ. ഓൺലൈൻ ഉള്ളവർക്ക് സൗണ്ട് ഞാൻ കേൾക്കാം. കേൾക്കാം ബ്രോ, ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആണ്? അതെ ബ്രോ, ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. എല്ലാവർക്കും അടുത്തൊരു സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മള് ഫസ്റ്റ് ക്യാൻഡോ അവതാരികയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു രണ്ട് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ഡെയിലി ഭാഗവതം പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തത്. അതില് 11 പോയിന്റ്സ് ഉണ്ട്. ബാക്കി വായിച്ചതിന് ശേഷം അവതാരിക 15ാമത്തെ പേജില് 2ാമത്തെ പാരഗ്രാഫ്. മഹാപ്രഭു വെറും ഒരു ഭീരുവായ വൈഷ്ണവനല്ലെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. വൈഷ്ണവൻ ഭഗവാന്റെ നിർഭയനായ ഭക്തനാണ്. ശരിയായ കാരണത്തിനായി ലക്ഷ്യ സാധൂകരണത്തിന് അനുയോജ്യമായ ഏതു നടപടിയും വൈഷ്ണവനെ സ്വീകരിക്കാം. ഭഗവാൻ കൃഷ്ണന്റെ ഉത്തമ വൈഷ്ണവ ഭക്തനായിരുന്ന അർജുനൻ ഭഗവത് സംപ്രീതിക്കായി ധീരമായി പോരാടി. അതേപോലെ ഭഗവാൻ ശ്രീരാമന്റെ ഉത്കൃഷ്ട ഭക്തനായ ഹനുമാൻ അഭക്തരായ രാവണപക്ഷത്തെ ഒരു പാഠം പഠിപ്പിച്ചു. സർവപ്രകാരത്തിലും ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുകയാണ് വൈഷ്ണവ തത്വം. ഭഗവാനെ വൈഷ്ണവൻ അഹിംസാവാദികളും സ്വഭാവേന വൈഷ്ണവർ അഹിംസാവാദികളും സമാധാനപ്രിയരുമാണ്. ഭഗവാന്റെ എല്ലാ നല്ല ഗുണങ്ങളും ഉള്ളവരാണ്. എന്നാൽ ആരെങ്കിലും ഭഗവത് നിന്ദയോ ഭഗവത് ഭക്തനിന്ദയോ ചെയ്യുന്നതാകയാൽ വൈഷ്ണവർ അത്തരം ധാർഷ്ട്യങ്ങളെ ഒരിക്കലും സഹിക്കുകയില്ല. ഈ സംഭവത്തിന് ശേഷം മഹാപ്രഭു തന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തെ അഥവാ ഭാഗവത ധർമ്മത്തെ കുറിച്ച് ശക്തമായി പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ആരംഭിച്ചുവെന്ന് മാത്രമല്ല, ഈ യുഗധർമ്മ പ്രചാരണത്തിന് വിഘ്നം നിൽക്കുന്നത് ആരെയാണ് അവരെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ശിക്ഷണങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തു. മഹാപ്രഭുവിന്റെ മാതൃഭ്രാതാക്കളായ ചാപലൻ, ഗോപാലൻ എന്നീ ബ്രാഹ്മണർ
മഹാപ്രഭുവിന്റെ ശിക്ഷണത്തിന് വിധേയരായി കുഷ്ഠരോഗികളായി തീരുകയും അനന്തരം അവർ പശ്ചാത്തപിച്ചതിനാൽ മഹാപ്രഭു അവരെ സ്വീകരിച്ച് രോഗവിമുക്തി നൽകുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭു പതിവായി തന്റെ സംഘത്തിലെ പ്രമുഖ ഭക്തന്മാരായ ശ്രീ നിത്യാനന്ദ പ്രഭു, ഹരിദാസ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ ഭവനാന്തര ഭാഗവത പ്രഭാഷണത്തിനായി പറഞ്ഞയച്ചു. ഇത്തരത്തിൽ നവദ്വീപാകെ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്താൽ പൂരിതം. മഹാപ്രഭുവിന്റെ മുഖ്യ പ്രവർത്തന കേന്ദ്രം രണ്ട് പ്രമുഖ ഗൃഹസ്ഥാശ്രമികളായ ശ്രീവാസ ഠാക്കൂറിന്റെയും ശ്രീ അദ്വൈത പ്രഭുവിന്റെയും ഭവനത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ബ്രാഹ്മണ കുലത്തിലെ ഈ പണ്ഡിത ശ്രേഷ്ഠർ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ ഔത്സുക്യ അഭ്യുദയകാംക്ഷികളായിരുന്നു. ഭഗവാന്റെ ആഗമനത്തിനുള്ള പ്രധാന കാരണക്കാർ അദ്വൈത പ്രഭുവായിരുന്നു. ഭൗതിക അസ്തിത്വത്തിലെ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ഭക്തിയുടെ സേവനം എന്ന ഏകമാർഗം ഭൗതിക പ്രവർത്തനങ്ങളാൽ പൂർണ്ണമായും സാന്ദ്രമാക്കിയിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ശ്രീ അദ്വൈത പ്രഭു തന്റെ അഹൈതികമായ കാരുണ്യ നിമിത്തം ശതാബ്ദങ്ങൾ പഴക്കമുള്ള മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഭഗവാൻ അവതരിക്കണം എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തെ ഗംഗാജലത്താലും പവിത്ര തുളസീദളത്താലും നിരന്തരമായി ആരാധിച്ചു. സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ പ്രചാരണ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാപ്രഭുവിന്റെ നിർദ്ദേശാനുസരണം ഓരോരുത്തരും അവരവരുടേതായ പങ്ക് വഹിക്കണമെന്ന്. ഒരിക്കൽ നിത്യാനന്ദ പ്രഭുവും ശ്രീല ഹരിദാസ് ഠാക്കൂറും മുഖ്യ രീതിയിലൂടെ നടന്നു വരുമ്പോൾ അട്ടഹസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കണ്ടു. അതുവഴി കടന്നു വന്ന ഒരാളോട് കാര്യം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ ജഗായുമുണ്ടായി സഹോദരന്മാർ മദ്യപിച്ച് ലക്കുകെട്ട് പൊതുജനശല്യം സൃഷ്ടിക്കുകയാണെന്ന് മനസ്സിലായി. ആദരണീയമായ ബ്രാഹ്മണ കുടുംബത്തിൽ ജന്മമെടുത്തവരാണെങ്കിലും സംഘദോഷ സംഘദോഷത്താൽ അവർ വിഷയലംബടന്മാരും വഷളന്മാരുമായി തീർന്നുവെന്ന് മനസ്സിലായി. അവർ മദ്യപാന്മാർ മാത്രമല്ല, മാംസഭോജികളും കാമാസക്തരും കൊള്ളക്കാരും അങ്ങനെ എല്ലാത്തരം പാപപ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്ന കൊടും പാപികളുമായിരുന്നു. ഈ കഥകളൊക്കെ ശ്രമിച്ചിരുന്ന ശ്രീല നിത്യാനന്ദ പ്രഭു നിശ്ചയമായും ഈ പതിതാത്മാക്കളെയും മുക്തരാക്കണമെന്ന് തീർച്ചപ്പെടുത്തി. ഇരുവരെയും ഈ പാപജീവിതത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ സത്നാമം അധികം മാഹാത്മ്യമുള്ളതായി തീരും. ഈ വിധം ചിന്തിച്ചുകൊണ്ട് അവർ ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്ന് ഇരു സഹോദരന്മാരോടും ഭഗവാൻ ഹരിയുടെ ദിവ്യനാമം ജപിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് പ്രകോപിതരായ ഇരു മദ്യപാനികളും നിത്യാനന്ദ പ്രഭുവിന്റെ മേൽ അസഭ്യവർഷം നടത്തി കുറെ ദൂരം അദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ട് പിന്തുടരുകയും ചെയ്തു. പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുന്ന സമയത്ത് നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ഠാക്കൂറും ആഭാസന്മാരായ രണ്ട് സഹോദരന്മാരെ മോചിപ്പിക്കുവാൻ ശ്രമം നടത്തി എന്നറിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു അങ്ങേയറ്റം സന്തോഷവാനായി. അടുത്ത ദിവസം നിത്യാനന്ദ പ്രഭു ആ ആഭാസ സഹോദരന്മാരെ സന്ദർശിക്കുവാൻ പോയി. പ്രഭുവിനെ സന്ദർശിച്ച മാത്രയിൽ അവരിൽ ഒരുവൻ പൊട്ടിയ മൺകലത്തിന്റെ ഒരു കഷ്ണം അദ്ദേഹത്തിന്റെ നേർക്കെറിഞ്ഞു. ആ മൺകഷ്ണം കൊണ്ട് തെറ്റിമുറിഞ്ഞ് രക്തമൊഴുകാൻ തുടങ്ങി. എന്നാൽ പ്രഭു അതികാരുണ്യവാനാകയാണ് ഈ പരമനിഷ്ഠൂര പ്രവൃത്തിക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം ഇപ്രകാരം അരുളി ചെയ്തു: നീ ഈ കല്ല് എന്റെ നേർക്ക് എറിഞ്ഞതിനെ ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ നിന്നോട് ഇപ്പോഴും ഭഗവാൻ ഹരിയുടെ നാമം ജപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ അക്ഷോഭ്യമായ പെരുമാറ്റം ദർശിച്ച് സഹോദരന്മാരിൽ ഒരാളായ ജഗായി അത്ഭുതപ്പെടുകയും ഉടൻ തന്നെ പ്രഭുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് തന്റെ പാപിയായ സഹോദരനോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിത്യാനന്ദ പ്രഭുവിനെ ആക്രമിക്കാൻ തിരിഞ്ഞപ്പോൾ ജഗായി അയാൾ തടയുകയും
പ്രഭുവിന്റെ പാദങ്ങൾ സവിനയം നമസ്കരിക്കാൻ അനുനയിപ്പിക്കുകയും ചെയ്തു. ഇതിനോടകം നിത്യാനന്ദ പ്രഭുവിനെ ആക്രമിച്ച വിവരം ചൈതന്യ മഹാപ്രഭു അറിയിക്കുകയും അത്യുഗ്രമായ കോപത്തോടു കൂടി അദ്ദേഹം അവിടെ എത്തിച്ചേരുകയും ആ പാപികളെ വധിക്കുവാനായി സുദർശന ചക്രത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇത് കണ്ട നിത്യാനന്ദ പ്രഭു ഉടനെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമന ഉദ്ദേശത്തെ കുറിച്ച് അദ്ദേഹത്തെ അനുസ്മരിപ്പിച്ചു. പ്രത്യാശയ്ക്ക് പോലും വകയില്ലാത്ത വിധം അധപതിച്ചു പോയവരെ മോചിപ്പിക്കുക എന്നതാണ് മഹാപ്രഭുവിന്റെ ദൗത്യം. ജഗായി മതായി മതത്തെ ഇത്തരത്തിൽ അധപതിച്ചവരുടെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളുമാണ്. ഉന്നത കുലചാന്തരും ഭൗതിക സാംസ്കാരിക സമ്പന്നരുമായ ഈ യുഗത്തിലെ 90% ജനങ്ങളും ഈ സഹോദരന്മാരുമായി സാരൂപ്യമുള്ളവരാണ്. ശാസ്ത്രമതാനുസാരം ഈ കലിയുഗത്തിൽ ലോകചരിത്രം മുഴുവൻ നീചശൂദ്രമായതോ അതിലും നിന്ദ്യമായ ഗുണമോ ഉള്ളവരാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും കാലാകാലങ്ങളിൽ തുടർന്നു പോന്നിരുന്ന ജന്മാവകാശ ജാതി സമ്പ്രദായത്തെ അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ സ്വരൂപത്തെ അഥവാ യഥാർത്ഥ വ്യക്തിത്വത്തെ സംബന്ധിച്ച് വിഷയങ്ങളെ പ്രഭു ധർമ്മശാസ്ത്ര നിർണയങ്ങളെ കർശനമായി അനുസരിച്ചിരുന്നു. സുദർശന ചക്രത്തെ ആനയിക്കുന്നത് കണ്ട നിത്യാനന്ദ പ്രഭു ആ ഇരു സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ പ്രഭുവിനെ സവിനയം അനുനയിപ്പിച്ചു. ഇരു സഹോദരന്മാരും തങ്ങളുടെ അഹന്താനിർഭരമായ പ്രവൃത്തിയെ മാപ്പാക്കണമെന്ന് യാചിച്ചുകൊണ്ട് പ്രഭുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു. പശ്ചാത്താപ വിവശരായവരെ സ്വീകരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് നിത്യാനന്ദ പ്രഭു ആവശ്യപ്പെട്ടു. ഇനി ഒരിക്കലും പാപനിർഭര പ്രവർത്തനങ്ങളിലോ അസാൻമാർഗിക പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഏക വ്യവസ്ഥയിൽ അവർക്ക് മാപ്പ് നൽകി സ്വീകരിക്കാൻ ചൈതന്യ മഹാപ്രഭു സമ്മതിച്ചു. ഇരു സഹോദരന്മാരും പ്രഭുവിന്റെ വ്യവസ്ഥകൾക്ക് വഴങ്ങുകയും അവരുടെ സകല അധാർമിക ശീലങ്ങളും ഉപേക്ഷിക്കണമെന്ന സത്യം ചെയ്യുകയും ചെയ്തു. അനന്തരം കൃപാലുവായ പ്രഭു അവരെ സ്വീകരിക്കുകയും പിന്നീട് അവരുടെ ഗതകാല ദുഷ്കൃതങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയോ ചെയ്തില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശേഷമായ കാരുണ്യമാണ്. ഈ യുഗത്തിൽ ആർക്കും താൻ പാപമുക്തനെന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. ഏതൊരാൾക്കും അപ്രകാരം പറയുക അസാധ്യമാണ്. ഉത്തമ വിശ്വാസയോഗ്യനായ ആചാര്യന്മാരിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം പാപനിർഭരമായ കർമ്മങ്ങൾ ആവർത്തിക്കരുത് എന്ന വ്യവസ്ഥയിൽ ചൈതന്യ മഹാപ്രഭു സർവ പാപികളെയും സ്വീകരിക്കും. ഹരേ കൃഷ്ണ. ഇന്ന് അവതാരിക 19ാമത്തെ പേജ് വരെ ആദ്യത്തെ, ഇനി നാളെ മുതൽ തുടങ്ങാൻ പോകുന്നതാണ്. ഇന്ന് ഇത്രയും വരെ വായിച്ചു. ഹരേ കൃഷ്ണ. ഇത് നമ്മള് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാഗവതം ഡെയിലി പഠിച്ചാല് നമ്മൾക്ക് കിട്ടുന്ന തുടർന്ന് ഒരു 11 പോയിന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അടുത്ത 12ാമത്തെ പോയിന്റ് തൊട്ട് നമ്മൾ പഠിക്കുകയാണ്. അതിൽ 12ാമത്തെ പോയിന്റ് വന്നിട്ട് പ്ലീസസ് കൃഷ്ണ. നമുക്ക് ശരിക്കും ഭഗവാൻ കൃഷ്ണനെ പ്ലീസ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്ലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കുക, പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നിത്യം ഭാഗവത സേവ മോഡിലേക്ക് വേണം. കാരണം കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, തേഷാം സദനയുക്താന ഭജതാം പ്രീതിപൂർവ്വം. കിട്ടുന്നുണ്ടെങ്കിലും സൗണ്ട് ക്ലിയർ അല്ല. ഇപ്പൊ ഓക്കെ ആണോ? ഭജതാം പ്രീതിപൂർവ്വം. നമ്മൾ എന്ത് ഡിവോഷൻ സർവീസ് ചെയ്യുമ്പോഴും അത് പ്രീതിപൂർവകമായിരിക്കും, ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്താൽ അത് പ്രീതിപൂർവകമാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ ഭഗവാനെ പൂർണ്ണമായിട്ടും സന്തോഷിപ്പിക്കണമെങ്കിൽ
നമ്മൾ ഡെയിലി നിത്യം ഭാഗവത സേവ എന്നുള്ള ആ ഒരു മൂഡിലേക്ക് നമ്മൾ വരേണ്ടത്. അടുത്ത പോയിന്റ് വന്നിട്ട് വർഷിപ്പ് ഓഫ് ലോഡ് വിത്ത് ഇന്റലിജൻസ്. നമുക്ക് ഭഗവാൻ കൃഷ്ണനെ വർഷിപ്പ് ചെയ്യാൻ പറ്റും എങ്ങനെ? വിത്ത് ഇന്റലിജന്റോട്. നമ്മുടെ ബുദ്ധി, ശരിക്കും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഭഗവാനെ എന്ത് ചെയ്യാൻ പറ്റും? വർഷിപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും ബുദ്ധി ഉപയോഗിച്ച് വർഷിപ്പ് ചെയ്യാൻ പറ്റും. അതാ ഭഗവത്ഗീതയിലെ ആ ശ്ലോകത്തിന്റെ 2ാമത്തെ ലൈനിൽ പറയുന്നത് ദദാമി ബുദ്ധി യോഗം തം. ആരാണോ ആ ഒരു ഡിവോഷൻ സർവീസ് പ്രീതിപൂർവകം ചെയ്യുന്നത്, അങ്ങനെ ഭജിക്കുന്നത് ആരാണോ അവർക്ക് എന്ത് ചെയ്യും? ദാമി ബുദ്ധിയോഗം തം ഏനമാ ഉപയാന്തിതേ. അവർക്ക് ഡിവോഷണൽ സർവീസ് ചെയ്യാനുള്ള ബുദ്ധിയും കൃഷ്ണൻ കൊടുക്കും. അതോടൊപ്പം ഏനമാ ഉപയാന്തിതേ, എന്നെ പ്രാപിക്കാനുള്ള വഴിയും ഭഗവാൻ കൊടുക്കും. ദ വർഷിപ്പ് ഓഫ് ലോഡ് വിത്ത് ഇന്റലിജൻസ്. അടുത്ത പോയിന്റ് വന്നിട്ട് ഗീവ് സ്പിരിച്വൽ സ്ട്രെങ്ത്. നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ലൊരു ഡിവോട്ടി ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വേണം. ശ്രീല പ്രഭുപാദ് പറയും, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്, അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ പുസ്തകങ്ങള്, അദ്ദേഹത്തിന്റെ വലിയ പുസ്തകങ്ങള്, ഇതെല്ലാം അതായത് നമ്മുടെ ഫിലോസഫിക്കലി അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് കിട്ടൂ. സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ വന്നിട്ട് ഇതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭക്തിക്ക് വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് വരികയാണെങ്കിൽ, നമുക്ക് ഫിലോസഫിക്കലി അണ്ടർസ്റ്റാൻഡിങ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾക്കത് ഈസി ആയിട്ട് തരണം ചെയ്യാനായിട്ട് കഴിയും. അതാ സ്പിരിച്വൽ സ്ട്രെങ്ത്. അപ്പൊ നമ്മളല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് വിട്ടിട്ട് പോകണം എന്ന് തോന്നും. പക്ഷേ ഫിലോസഫിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിട്ടിട്ട് പോകാനായിട്ട് തോന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ഭഗവാന്റെ ഡിവോഷൻ സർവീസ് ചെയ്യണം. കാരണം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ജീവേന സ്വരൂപായ കൃഷ്ണന നിത്യദാസ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരുമ്പോ എന്ത് പ്രശ്നം വന്നാലും സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ വന്നിട്ട് ജഡഭരതൻ മഹാരാജിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ളവരും അവിടെയുള്ള ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പെരുമാറിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് വയലിലെ കിളികളെ ഓട്ടിക്കാനായിട്ട് പറ്റും. അദ്ദേഹം പോയി നിൽക്കും. എത്ര വെയിലത്ത് വേണമെങ്കിലും അദ്ദേഹം നിൽക്കും. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുത്തിരുന്നത് ജസ്റ്റ് പുല്ല്, വൈക്കോല്, പിന്നെ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന അതൊക്കെയാണ് കൊടുത്തിരുന്നത്. പക്ഷെ അതെല്ലാം അദ്ദേഹത്തിന് സ്പിരിച്വൽ സ്ട്രെങ്ത് കൂടുതൽ ഉള്ളത് കൊണ്ട് അദ്ദേഹം അതിനെ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2ാമത്തെ എക്സാമ്പിൾ വന്നിട്ട് അംബരീഷ മഹാരാജനും അദ്ദേഹത്തിന്റെ ഭക്തിയിൽ വിഘ്നം വരുത്തുന്ന രീതിയിൽ ദുർവാസ മഹർഷി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോ അംബരീഷ മഹാരാജ് അതിനെ എന്ത് ചെയ്തു? ഈസി ആയിട്ട് അതിനെ തരണം ചെയ്തു പോയി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ഇല്ല എങ്കിൽ നമ്മൾ വീണുപോകും. സ്പിരിച്വൽ സ്ട്രെങ്ത് നമുക്ക് എപ്പോഴും വേണം. ഇതെല്ലാം കൃഷ്ണന്റെ പ്ലാനോട് കൂടിയാണ്, ഇതെല്ലാം ഗുരുവിന്റെ പ്ലാനോട് കൂടിയാണെന്നുള്ള ആ ഒരു മൂഡിലേക്ക് നമുക്ക് വരും. അടുത്ത പോയിന്റ് വന്നിട്ട് അറ്റ്മോസ്ഫിയർ ബിക്കം ഓസ്പീഷ്യസ്. നമ്മൾ എപ്പോഴാണോ ഭാഗവതം തുറന്ന് നമ്മൾ വായിക്കുകയോ ഇല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്നത്, ആ അറ്റ്മോസ്ഫിയർ എന്താവും? പ്യൂരിഫൈ ആവും. ആ അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷം പ്യൂരിഫൈ ആവും. ഭാഗവതം 1:5-10 നായക് വജസ് ചിത്രപദം ശ്രേയരീശോ ജഗത് പവിത്രം പ്രകണീത് കർക്കിച്ച്. എവിടെയാണോ ഭഗവാന്റെ നാമ രൂപ ഗുണ ലീലകളെല്ലാം വാഴ്ത്തുന്നത്, അവിടെ എന്ത് സംഭവിക്കും? ജഗത് പവിത്രം, അത് പവിത്രമായിട്ട് മാറും. ആ അറ്റ്മോസ്ഫിയർ എന്തായിട്ട് മാറും? പവിത്രമായിട്ട് മാറും. അവിടെ നമുക്ക് വേറെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ ചിന്തകളോ ഉണ്ടാകും. അതിന്റെ 3ാമത്തെ ലൈൻ തദ്വായസം തീർത്ഥം ഉഷന്തി മാനസ. ഭാഗവതം പഠിക്കുന്ന സ്ഥലം എന്തായിട്ട് മാറും? അറ്റ്മോസ്ഫിയർ പവിത്രം, പ്യൂരിറ്റി ഉണ്ടാവും. ഭാഗവതം പഠിക്കാത്ത സ്ഥലം എന്താവും? വായസം മീൻസ് കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായിട്ട് മാറും. കാക്കകൾ വന്നിട്ട് ഭാഗവതവും പറയുന്നത്.
കാക്കകൾ വന്നിട്ട് കാക്ക കാക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. വായസം തീർത്ഥം. തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിലിഗ്രിമേജ് പ്ലേസ്. കാക്കകളുടെ തീർത്ഥാടന സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമുക്കത് ഇഷ്ടപ്പെടൂല. ആ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് നായത്ര ഹംസ നിരമന്തി ശിക്ഷയ. നമ്മൾ ഹംസത്തിനെ പോലെ ആവുന്നു. എന്താണ് ഹംസത്തിന്റെ പ്രത്യേകത? എന്താണ് ഹംസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർ ശുദ്ധജല തടാകത്തിൽ മാത്രമേ ഹംസം ഉണ്ടാവുള്ളൂ. അതുപോലെ എല്ലാത്തിന്റെയും എസൻസ് മാത്രമേ ആരെടുക്കുള്ളൂ? ഹംസം എടുക്കുള്ളൂ. പക്ഷെ കാക്കകൾ എന്ത് ചെയ്യും? സ്കാവഞ്ചേഴ്സ് ആണ്. അവര് അഴുക്കുകൾ മാത്രമേ എടുക്കുള്ളൂ. കാക്കയും ഒരു സദ്യ കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാക്ക അതില് ഇങ്ങനെ എല്ലാം നോക്കി അതിൽ നിന്ന് ഏതാണോ അനാവശ്യമായിട്ടിരിക്കണം അത് മാത്രമേ ആദ്യം എടുത്തിട്ട് പോവുള്ളൂ. പക്ഷെ ഹംസ വന്നിട്ട് അതല്ല. ഹംസ വന്നിട്ട് ആവശ്യമുള്ള സാധനം. അത് എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കൊണ്ടുവച്ച് കൊടുത്താല് ആ പാലിന്റെ എക്സ്ട്രാക്ട്, ആ പാലിന്റെ സത്ത് മാത്രം അത് വലിച്ചെടുക്കും. വെള്ളം അവിടെ വച്ചേക്കുകയല്ല ചെയ്യും. നായദ്വജസ് ചിത്രപദം ഹരേരശോ ജഗത് പവിത്രൻ പ്രഗണീത കറിയിച്ചു. അതുപോലെ അറ്റ്മോസ്ഫിയർ ബിക്കം ഓസ്പീഷ്യസ്. എപ്പോഴാണോ നമ്മൾ ഭാഗവതത്തിലോട്ട് വരുന്നത്, ആരും വേണമെന്നില്ല, ഒരാൾ മാത്രം ടെമ്പിളിലിരുന്ന് വായിച്ചാലും മതി, നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്താവും? ബിക്കം ഓസ്പീഷ്യസ് ആവും. മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരുടെയും ഹൃദയത്തിലും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്താവും? അത് ജനിച്ചുകൊണ്ടേയിരിക്കും. അല്ലാത്തടത്തോളം കാലം, നമ്മൾ ഭാഗവതത്തിൽ വരാത്തിടത്തോളം കാലം നമ്മുടെ അറ്റ്മോസ്ഫിയറും എന്താവില്ല, പവിത്രമാവില്ല. നമ്മളും പവിത്രമാവും. നമ്മുടെ ചിന്തകളൊന്നും പവിത്രമാകും. അടുത്ത പോയിന്റ് വന്നിട്ട് ഇൻക്രീസസ് ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ. ഇൻക്രീസ് ചെയ്യും നമ്മുടെ ഫെയ്ത്ത്. നമുക്ക് ഫെയ്ത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളിന് വിശ്വാസം എന്ന് പറയുന്ന തലത്തിലേക്ക് വരുന്നത് 4 പ്രക്രിയയിലൂടെയാണ്. എത്രയാണ്? 4 പ്രക്രിയയിലൂടെ. ഈ 4 പ്രക്രിയയിലൂടെയാണ് ഒരാൾക്ക് വിശ്വാസം വരുന്നത്. സാധാരണ പെട്ടെന്ന് കയറി നമുക്ക് വിശ്വാസം വരില്ല. ഒന്നാമത്തെ പ്രക്രിയ വന്നിട്ട് പഠനം. എന്താണ് പഠനം? അല്ലെങ്കിൽ നമ്മൾ കേൾക്കും. ഒന്നുകിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കും. രണ്ടാമത്തെ പ്രക്രിയ വന്നിട്ട് എന്താണ്? തർക്കം. നമ്മുടെ ശാസ്ത്രത്തില് തർക്കശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. തർക്കശാസ്ത്രം ചുമ്മാ ഇരുന്ന് തർക്കിക്കുന്നതല്ല. ചുമ്മാ ഇരുന്ന് തർക്കിക്കുന്നതെന്ന് പറഞ്ഞാല് സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തർക്കിക്കും. അതായത് ഇപ്പൊ ഇതെടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഇത് നമ്മുടെ രാഹു ചന്ദ്രനെ മറയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാവും. പക്ഷെ അത് ശാസ്ത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ വേറെ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അത് വെറും ടൈം പാഴാക്കി. പക്ഷെ തർക്കം ആവശ്യമാണ്. എന്ത് തർക്കം? എങ്ങനെയുള്ള തർക്കം ആവശ്യമാണ്? നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കം. നമ്മുടെ മഹാരാജ് പറയും, ഒരു ഭാഗവതം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. എനി കമന്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. 5 മിനിറ്റോ 10 മിനിറ്റോ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം? നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്ന ജീവിതകാലം മുഴുവനും എന്തേ പറ്റുള്ളൂ? അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മാത്രമേ വരുള്ളൂ. അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കോഴി ആദ്യം ഉണ്ടായ മുട്ട ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുക. ചോദ്യം ചോദിക്കുന്ന ആൾ വിചാരിക്കും ഞാൻ വലിയൊരു ഫാസിനേറ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ അദ്ദേഹത്തിനെ അങ്ങ് വീഴ്ത്തി ഭയങ്കരമായിട്ട് നല്ല ഇതായിട്ടങ്ങ് ഇരിക്കും. അതല്ല. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ സെക്ഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോ എന്റെ ലൈഫിൽ ഈ ക്വസ്റ്റ്യനെ വെച്ചിട്ട് എന്ത് ഉപയോഗം, അത് വെച്ചിട്ട് അങ്ങനെ ചോദിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിയിലും എന്താണ് മാത്സിലും ഒക്കെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നതുവരെ നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. അത് പഠിക്കുന്ന സമയത്ത് എത്ര പേര് ടീച്ചർമാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്? ഒറ്റ മനുഷ്യരും ചോദിച്ചതാണല്ലോ. 1-2 പേര് മാത്രം ചോദിച്ചതാണ്. അവർക്ക് മനസ്സിലാവാത്തത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അറിയാം. പ്രകൃതി ഉണ്ടെന്നും ആ പ്രകൃതിയെ സൃഷ്ടിച്ച ഒരാളുണ്ടെന്നും ഭഗവാൻ ഉണ്ടെന്നും ഭഗവാന്റെ പാർഷദന്മാരുണ്ടെന്നും ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം ശാസ്ത്രങ്ങളാണെന്നും നമുക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് കുറെ അനാവശ്യകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാ തർക്കം. ഇപ്പോ എനിക്കൊരു അസുഖം വന്നു. ഈ അസുഖം വരുന്ന സമയത്ത് എൻ്റെ അടുത്ത്
ഒരാൾ വന്നിട്ട് പറയാണ് കഴക്കൂട്ടം ഏരിയയിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു, നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഉടനെ ചോദിക്കുകയാണ്, എന്താ തിരുവനന്തപുരത്ത് കരമനയിലൊന്നും നല്ല ഡോക്ടർമാരില്ല എന്ന് ചോദിക്കും അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉടനെ എന്താ കരമനയിലെ നല്ല ഡോക്ടർമാരില്ല, ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കഴക്കൂട്ടത്ത് പോകണമെന്ന് പറഞ്ഞു. ഈ ചോദിക്കുമ്പോൾ പറയും, ഇല്ല, കഴക്കൂട്ടത്ത് നല്ലൊരു ഡോക്ടറാണ്, നീ ജസ്റ്റ് ഒന്ന് അവിടെ പോ. അവിടെ പോയി അദ്ദേഹത്തിനെ മീറ്റ് ചെയ്ത് അദ്ദേഹം എന്ത് പ്രിസ്ക്രിപ്ഷൻ ആണോ തരുന്നത് അത് ജസ്റ്റ് നീ വാങ്ങിച്ച് കഴിച്ചു നോക്ക്. മാറിയാ ഓക്കെ, മാറിയില്ലെങ്കിൽ നീ ഇവിടെ. ഞാൻ പോയപ്പോ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ സ്റ്റേജ് വന്നിട്ട് അനുശീലനം. എന്താണ് അനുശീലനം? ഫസ്റ്റ് എന്താണ്? പഠനം, രണ്ടാമത്തത് തർക്കം, 3 അനുശീലനം. ഈ അനുശീലനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. എങ്ങനെ തീരുമാനമാവും? നമ്മുടെ അടുത്ത് പറയാണ് ഒരു 50 ml മരുന്ന് എല്ലാ ദിവസവും വെച്ച് കഴിക്കാൻ പറയാണ്. പക്ഷെ നമ്മുടെ ഇന്റലിജന്റ് വെച്ചിട്ട് നമ്മൾ പറയാണ്, ഇല്ല, എനിക്ക് 2 ദിവസം കൊണ്ട് രോഗം മാറണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ ഫുള്ള് കുടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഫുള്ള് കുടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കാര്യത്തിൽ തീരുമാനം. അനുശീലനം എന്ന് പറയുമ്പോ ഒരാളിന്റെ അനുഭവത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് ചെയ്യുന്ന കാര്യത്തിനാണ് എന്താന്ന് പറയുന്നത്? അനുശീലനം. ഈ അനുശീലനം കറക്റ്റാ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? രോഗം മാറി. ആ മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റേജ് ആണ് സ്വാനുഭവം. എനിക്ക് അനുഭവമുണ്ട്. കഴക്കൂട്ടത്ത് പോയി ഡോക്ടറിനെ കണ്ടു, മറ്റേ ആളിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അത് കേട്ടത്. കേട്ട ഉടനെ ഞാൻ അതിനെ കുറിച്ച് തർക്കിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്ത് ആ ഡോക്ടറിനെ പോയി കണ്ട് മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ച സമയത്ത് എനിക്ക് എന്ത് സംഭവിച്ചു? രോഗശാന്തി വന്നു. അപ്പൊ നമുക്ക് എന്തുണ്ടായി? സ്വ അനുഭവം. ഈ സ്വ അനുഭവം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറൊരാളിന്റെ അടുത്തും നമ്മളിത് എന്ത് ചെയ്യും? പറയും, ഇങ്ങനൊരു കാര്യമുണ്ടെന്ന്. അപ്പോ ഒരാളിന്റെ വിശ്വാസം എന്ന് പറയുന്ന സംഭവം 4 തലം കൊണ്ടാണ് എന്താവണത്? വിശ്വാസം വേണം. 1 പഠനം, തർക്കം, അനുശീലനം, സ്വാനുഭവം. ഇൻക്രീസസ് ഫെയ്ത്ത്. ഭാഗവതത്തിൽ പറയും, നമുക്ക് ഫെയ്ത്ത് ഉണ്ടാവണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, കൃഷ്ണനിൽ ഫെയ്ത്ത് ഉണ്ടാവണം എങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് വേണം? നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്ത് വൃന്ദാവനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവര് പല സമയത്തും ഡോർ അടയ്ക്കാതെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഡോർ അടച്ചാണ് കിടന്നത്. ഡോർ അടച്ച് കിടന്നുറങ്ങിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം കുത്തി തുറന്നെടുത്തോണ്ട് പോകാറുണ്ട്. കള്ളന്മാർ എപ്പോഴാണ് ഇറങ്ങണമെന്ന് അറിയാമോ? കൂടുതലും കള്ളന്മാർ രാത്രിയാണ് ഇറങ്ങുന്നത്. പക്ഷെ ഏത് സീസണിലാണ് ഇറങ്ങണമെന്ന് അറിയാമോ? നല്ല മഴ സമയത്ത്, നല്ല ഇടിമിന്നലുള്ള മഴ സമയത്താണ് കള്ളന്മാർ കൂടുതൽ ഇറങ്ങുന്നത്. എന്തുകൊണ്ട്? മഴ സമയത്ത് നല്ല തണുപ്പ് വന്ന് നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുമ്പോ, നല്ല മഴയാണ് പെയ്യണമെങ്കിൽ ഡോറിൽ ശക്തമായിട്ട് ഇടിച്ചാലും എന്തറിയില്ല, നമ്മൾ സൗണ്ട് കേൾക്കില്ല, നമ്മൾ അറിയില്ല. അവിടെ കള്ളന്മാർ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് എപ്പോഴാണ്? ഈ റെയിനി സീസണിലാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. അവിടെ വൃന്ദാവനത്തിലെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്ത് തന്നെ സംഭവിച്ചാലും കൃഷ്ണൻ നമ്മളെ രക്ഷിക്കാൻ വരും എന്നുള്ള ഒരു ഫെയ്ത്ത് അവർക്കുണ്ട്. എന്തുകൊണ്ട്? അവർ കൃഷ്ണന്റെ ലീലകളെ എൻജോയ് ചെയ്യണം. നമ്മളും അതുപോലെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം കൂടുള്ളൂ. അപ്പൊ ഒരു വ്യക്തിക്ക് വിശ്വാസം കൂടുന്നത് ഏതൊക്കെ തലത്തിലാണ്? 2 തലങ്ങളിലാണ്. 1 പഠനം, തർക്കം, അനുശീലനം, സ്വാനുഭവം. 2 നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്താൽ നമുക്ക് എന്ത് കൂടും? ഫെയ്ത്ത്, നമുക്ക് വിശ്വാസം കൂടും. അടുത്ത പോയിന്റ് വന്നിട്ട് എക്സസൈസ് ഫോർ ദ മൈൻഡ് ടു ഇൻക്രീസ് മെമ്മറി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ എക്സസൈസ് ആവശ്യം, ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണല്ലോ, ആ എക്സസൈസ് പോലെ മൈൻഡിന് വന്നിട്ട് എന്ത് വേണം? ഒരു എക്സസൈസ് വേണം. മൈൻഡിന് എക്സസൈസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവും? മെമ്മറി ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ് ഗ്രേസ് കാലചക്ര കൃഷ്ണദാസ് പ്രഭു, അദ്ദേഹത്തിന് ഭാഗവതത്തിലെ 7,000 ശ്ലോകാസ് ആൻഡ് ട്രാൻസ്ലേഷൻ വിത്ത് പർപ്പോട്ട് അല്ലെങ്കിൽ വേർഡ് മീനിങ് 7,000 ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ട്?
അദ്ദേഹത്തിന്റെ മൈൻഡിന് അദ്ദേഹം ഡെയിലി കൊടുത്തിരിക്കുന്ന എക്സസൈസ് അതാണ്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു വർഷം ഫുള്ളും ഫസ്റ്റ് ക്യാൻഡോ ആണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡോ എടുത്തിട്ട് ശ്ലോകം ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിൻ്റെ. രണ്ടാമത്തെ വർഷം എടുത്തിട്ട് ശ്ലോകം വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ എഴുതും. മൂന്നാമത്തെ വർഷം ശ്ലോകം ട്രാൻസ്ലേഷൻ പർപ്പട്ട് എഴുതും. നാലാമത്തെ പ്രാവശ്യം അദ്ദേഹം എടുത്തതിന് ശേഷം അതിന്റെ പർപ്പട്ടിലെ പോയിന്റ്സുകൾ കംപ്ലീറ്റും ഇന്ന ശ്ലോകത്തിൽ ഡേറ്റ് ഇട്ട് ഇന്ന ശ്ലോകം കണക്റ്റഡ് ഇന്ന ശ്ലോകം കണക്റ്റഡ് എന്ന് എഴുതി. നമ്മുടെ മഹാരാജിന് തന്നെ ഒരു 10-15,000 ശ്ലോകം, മൊത്തം 18,000 ശ്ലോകത്തില് 15,000 ശ്ലോകം അദ്ദേഹത്തിന് അറിയാം. നോക്ക്, ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ 7% വരെ ഉപയോഗിച്ചത്. 7%. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്പോഴുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വാടകയ്ക്ക് എടുത്തിട്ട്, കാരണം അത് നമ്മളെപ്പോഴും യൂസ് ചെയ്തിട്ടില്ല, ഫ്രഷ് ആണ്. എപ്പോഴും ഫ്രഷ് ആയിരിക്കുന്ന സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ പോയി കടയിൽ നിന്ന് വാങ്ങിക്കും. നമ്മൾ ഡേറ്റ് നോക്കൂലേ, ഡേറ്റ് നോക്കിയാലേ നമ്മൾ ഇത് വാങ്ങിക്കും. അദ്ദേഹം നോക്കാൻ നേരത്ത് ആ ഡേറ്റ് കൊള്ളാം, ഇനിയുണ്ട്, സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. ഇതാ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന എക്സസൈസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, ഓർമ്മശക്തി. മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഓർമ്മശക്തി വരില്ല. ഭാഗവതത്തിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ വന്നിട്ട് ഗജേന്ദ്ര. അദ്ദേഹം ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരുന്ന സമയത്ത് അദ്ദേഹം പഠിച്ച എല്ലാ പാഠങ്ങളും അദ്ദേഹം ഗജേന്ദ്രൻ എന്ന ആനയായിട്ട് വന്നപ്പോ 1000 വർഷം ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് കൃഷ്ണനിൽ സറണ്ടർ ആയപ്പോ ഇതെല്ലാം ഓർമ്മ. ദ ഗുഡ് എക്സസൈസ് ഫോർ മൈൻഡ്. നമ്മൾ മൈൻഡിന് എല്ലാ ദിവസവും ഭാഗവതം ഭഗവത്ഗീത ഇതെല്ലാം കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ മഹാരാജ തന്നെ രാവിലെ മംഗളാരതിക്ക് തൊട്ട് മുമ്പ് കുളിക്കുന്ന സമയത്ത് ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളും റിസൈറ്റ്. ഭഗവത്ഗീതയിലെ 700 ശ്ലോകം. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബാത്റൂം സിംഗർ. നമ്മൾ ബാത്റൂമിൽ കയറുന്ന 2 ലാലല പാട്ട് പാടിയിട്ട് തിരിച്ചിറങ്ങും. 2 മിനിറ്റോ 3 മിനിറ്റോ നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 ലൈൻസ് പാടിയിട്ട് തിരിച്ചിറങ്ങും. പക്ഷെ മഹാരാജ് വന്നിട്ട് അങ്ങനെയല്ല. നമുക്ക് മൈൻഡിന് കൊടുക്കുന്ന എക്സസൈസ് മഹാരാജ് പറഞ്ഞ ഒരു വേർഡാണ്, വെയിറ്റിംഗ് ടൈം ഈസ് ദ പ്രീച്ചിങ് ടൈം. വെയിറ്റിംഗ് ടൈം ഈസ് ദ പ്രീച്ചിങ് ടൈം. എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു ക്യൂവിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ സ്ഥലത്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രീച്ചിങ് ചെയ്യണം. അതായത് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളിനെ കൃഷ്ണ കോൺഷ്യസ് ആണ്, അതാണ് വലുതെന്നല്ല, നമ്മുടെ മൈൻഡിനെ പ്രീച്ച് ചെയ്യണം. അതാ വെയിറ്റിംഗ് ടൈം ഇസ് ദ പ്രീച്ചിങ് ടൈം. കുറച്ചൊരു സെക്കൻഡ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം നമ്മൾ മൈൻഡിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഓർമ്മശക്തി. ജസ്റ്റ് ലൈക്ക് ബോഡി നീഡ്സ് എക്സസൈസ്. ബോഡി നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റും. അല്ലാത്തടത്തോളം കാലം നമുക്ക് എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത പോയിന്റ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ശ്രീമദ് ഭാഗവതം, നിത്യം ഭാഗവത സേവയ. അടുത്ത പോയിന്റ് വന്നിട്ട് ഗീവ് ഹയർ ടേസ്റ്റ്. നമ്മളിപ്പോഴ് ലോവർ ടേസ്റ്റിലാണ് ഇരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ലോവർ ടേസ്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ഹയർ ടേസ്റ്റ് തരും. ഹയർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ ഇനി വേറെ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ ജസ്റ്റ് ഒരു ചെറിയൊരു 1 രൂപയുടെ ഒരു മുട്ടായി ഇരിപ്പുണ്ട്. ഒരു കയ്യിൽ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു അമൂൽ ഐസ്ക്രീം ഇരിപ്പുണ്ട്. ഏത് നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യും? മുട്ടായി ടേസ്റ്റ് ചെയ്യും, ഇത് ടേസ്റ്റ് ചെയ്യും? നമുക്ക് മുട്ടായി. പ്രഭു ഇപ്പോഴും മറ്റേ എന്താണ് കൊച്ചുകുട്ടികളെ പോലെയാണ് ഫസ്റ്റ് ഇത് മതി. ഹയർ ടേസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഐസ്ക്രീം ജസ്റ്റ് ഇത് ചെയ്യും, ഹയർ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റ് കിട്ടിയതിന്റെ അത്രയും ഇതെന്തിലും കിട്ടില്ല, മുട്ടായിക്ക് കിട്ടില്ല. സോ എന്താണ് നമുക്ക് ഹയർ ടേസ്റ്റ്. അടുത്ത പോയിന്റ് വന്നിട്ട് ഡയറക്റ്റ് അസോസിയേഷൻ ഓഫ് ലോഡ്. ഭഗവാന്റെ ഡയറക്റ്റ് അസോസിയേഷൻ ആണ് കിട്ടുന്നത്. മഹാരാജ് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2-3 കാര്യങ്ങൾ. അതായത് ഫസ്റ്റ് വന്നിട്ട് ഭാഗവതം ഈസ് അവർ മദർ. രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് ഭാഗവതം ഈസ് അവർ ഹാർട്ട് ബീറ്റ്. മൂന്നാമത്തെ പോയിന്റ് വന്നത് പറയണത് വി ടച്ച് ഭാഗവതം, വി ടച്ച് കൃഷ്ണ ഡയറക്ട്ലി. ഭഗവാൻ കൃഷ്ണനെ ഡയറക്റ്റ് തൊടുന്നതിന് സമമാണ് നമ്മൾ ഭാഗവതം ഡെയിലി തൊട്ടാൽ. അടുത്ത പോയിന്റ് വന്നിട്ട് ഇൻസ്പയർസ് us to go deeper into ശ്രീമദ് ഭാഗവതം. എല്ലാ ദിവസവും നമ്മൾ
ഭാഗവതത്തിന് ഇത് ഭാഗവതത്തിന് ഡെയിലി പഠിക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഡീപ്പായിട്ട് ഇറങ്ങി പോകാൻ പറ്റും. സ്ക്രൂട്ടനൈസ് ചെയ്ത് പോകാൻ പറ്റും. ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായത്തിൽ ലാസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നു, ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതാമുക്തം മയാനഖ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃതൈശവാൻ. ഇതൊരു കോൺഫിഡൻഷ്യൽ നോളജ് ആണ്. എത്രത്തോളം അതിൽ നിന്ന് രഹസ്യങ്ങളെല്ലാം പുറത്തെടുക്കോ വീണ്ടും ഒരുപാട് രഹസ്യങ്ങൾ അതിൽ തന്നെ ഉണ്ടാവും. എത്രത്തോളം പുറത്തെടുത്താലും അത് തീരില്ല. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഭാഗവതത്തിൽ ഡീപ്പായിട്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഹയർ ടേസ്റ്റ് കിട്ടുന്നതോടൊപ്പം വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അടുത്തത് gives us confidence in preaching. നമുക്ക് ഒരാളിനെ പ്രീച്ച് ചെയ്ത് അവർക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഭാഗവതം. ഭാഗവതത്തില് ഒരു സൂപ്പർ പ്രീച്ചർ ഉണ്ട്. ആരാണ് സൂപ്പർ പ്രീച്ചർ? പ്രഹ്ലാദ് മഹാരാജ്. അദ്ദേഹത്തിന്റെ കുഞ്ഞ് ടൈമിലെ മുതലേ നാരദ മഹർഷിയുടെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് അദ്ദേഹം പോയ സ്കൂളിലെല്ലാം എല്ലാവരെയും പ്രീച്ച് ചെയ്ത് എന്തുകൊണ്ടുവന്നു? തിരിച്ച് ഇതിലോട്ട് കൊണ്ടുവന്നു. ഈ ഷണ്ട അമർക്ക അവരുടെ ടീച്ചേഴ്സ് എല്ലാം ചോദിക്കും, നിങ്ങൾ എന്ത് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പറയാൻ പറയുന്നത് അവർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്ര പേരെ പ്രീച്ച് ചെയ്തു? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുന്നത്, നിങ്ങൾ എത്ര പേര് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? എത്ര പേർക്ക് ഭഗവത്ഗീത ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? സോ പ്രഹ്ലാദ് മഹാരാജിന് 7 വയസ്സുള്ള കുട്ടി അദ്ദേഹം LKG പോയ സമയം മുതലേ അദ്ദേഹം പ്രീച്ചിങ് തുടങ്ങി. എന്തുകൊണ്ട്? കോൺഫിഡൻസ്. ഭാഗവതത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കോൺഫിഡൻസ് ഒരിക്കലും തെറ്റാനേ പോണില്ല. ഭാഗവതത്തിൽ എത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങും അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റും. അടുത്ത പോയിന്റ് വന്നിട്ട് ദിസ് റിവീൽ ദ പ്രോപ്പർ വേ ടു ഓഫർ ഇൻ ഡിവോഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മള് ഭാഗവതം നല്ല രീതിയിൽ പഠിച്ചിട്ട് ചെയ്യുന്ന ഡിവോഷണൽ സർവീസും ഭാഗവതം പഠിക്കാതെ നമ്മൾ പോയി ചെയ്യുന്ന ഡിവോഷണൽ സർവീസും രണ്ടും രണ്ടാണ്. അതായത് ഭാഗവതം നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ആ ഇരിക്കുന്ന ആളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്യാസി നമ്മുടെ സെന്ററിൽ വരികയാണ്. ആ സന്യാസിയുടെ ഇഷ്ടം അനിഷ്ടം, അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊരു മുന്നറിയിപ്പ് നേരത്തെ നമുക്ക് കിട്ടും. ആ കിട്ടുന്നത് അനുസരിച്ച് നമ്മൾ ആ രീതിയിൽ അദ്ദേഹത്തിന് സർവീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് ഒരുപാട്, നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം വരും. കാരണം നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹം എവിടെ പോയാലും എന്നെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവരെല്ലാവരും ഈ സർവീസ് ചെയ്യണമെന്നുള്ള ബോധം അദ്ദേഹത്തിനും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. മറ്റേത് അദ്ദേഹം പറയേണ്ടി വരും, ഇന്നതെടുത്തിട്ട് വാ, അതെടുത്തിട്ട് വാ, ഇതെടുത്തിട്ട് വാ. അതാ ഭാഗവതം പഠിച്ചിട്ട് പോയി നമ്മൾ സർവീസ് ചെയ്യും. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി, യഥായോര ഹരി പ്രേമാനന്ദ. ഇനി ഒരു 3-4 പോയിന്റ് കൂടെ ഉണ്ട്, ബാക്കി ഫ്രൈഡേ നാളെ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. സൂം ക്ലാസ്സിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കയറുന്ന എല്ലാ ഭക്തന്മാർക്കും രാധാ നീലമാധവ് സത്സംഗത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എനിക്ക് എന്റെ ഒരു നീണ്ട സംശയമാണ്, സമയമെടുക്കും, ക്ഷമിക്കണം. പിന്നെ സൗണ്ട് ശരിയല്ല, എന്നാലും എനിക്കൊരു സംശയമുള്ളത്, നമ്മളിപ്പോ പ്രഭു എടുത്ത ക്ലാസ്, ഓക്കെ, നമ്മൾ ഇതെല്ലാം വൈഷ്ണവ ജീവിതം നയിക്കുന്നവര്, അത് ആ കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ്, എല്ലാമാണ്. ഇപ്പൊ ഞാൻ തന്നെ വന്നിട്ട് 28 വർഷത്തോളമായി. എന്നിട്ട് എനിക്ക് ഒരിടത്തും എത്താൻ പറ്റുന്നില്ല. അതൊരു ദുഃഖമുണ്ട് എനിക്ക്. ദുഃഖം എന്ന് വെച്ചാൽ എങ്ങനെ, ഈ പറയുന്ന പോലെ നമുക്ക് മാറാൻ പറ്റുന്നില്ല. അതിപ്പോ ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. കാരണം ഞാനിപ്പോ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ ചൈതന്യ മഹാപ്രഭുവിനോട് ഗൃഹസ്ഥ ഭക്തന്മാരിൽ ഒരാൾ ചോദിക്കും, ഒരു യഥാർത്ഥ വൈഷ്ണവന്റെ ലക്ഷണം എന്താണെന്ന്. അപ്പൊ മഹാപ്രഭു ഉടനെ മറുപടി പറയും, അവൈഷ്ണവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇല്ലാതിരിക്കുന്നവനാണ് യഥാർത്ഥ വൈഷ്ണവൻ. അതുപോലെ വൈഷ്ണവർ ഇപ്പം ഇതൊരു എക്സാമ്പിളിനൊന്ന് പറഞ്ഞെന്നല്ലാതെ അതുപോലെ എത്രയോ മറുപടികളുണ്ട്. ഒരു വൈഷ്ണവന്റെ ലക്ഷണം ചോദിച്ചാൽ ഇതേ ചോദ്യം നമ്മൾ ഭഗവത്ഗീതയില് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അർജുനൻ ചോദിച്ചത്, ദിവ്യാബോധസ്ഥനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തല്ല?
അദ്ദേഹത്തിന്റെ നടപ്പ് എങ്ങനെ ഇരിക്കും, ഇരിപ്പ് എങ്ങനെ ഇരിക്കും, സംസാരം എങ്ങനെ ഇരിക്കും. അപ്പൊ അതിന് ഭഗവാൻ മറുപടി പറയുന്ന 55 ശ്ലോകത്തില് ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം അങ്ങ് പറയുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ ത്യജിച്ച് മനസ്സ് ശുദ്ധീകരിക്കുമ്പോൾ സ്വന്തം ആത്മാവിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുമെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ല, വർഷങ്ങൾ ഞാൻ പാഴാക്കി, അതുകൊണ്ട് നിങ്ങൾക്കെങ്കിലും ഇത് ഉണ്ടാകരുത് എന്ന് പറയണം. പിന്നെ അതിനകത്ത് പർപ്പോട്ടിൽ പറയുന്നുണ്ട്, കൃത്രിമോപായങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. കൃത്രിമോപായങ്ങളുണ്ട്. അതേസമയം ഭഗവാനെ അറിയുന്ന ഒരാൾക്ക് ഒരു പ്രയത്നവും കൂടാതെ ഇന്ദ്രിയാസക്തി നിലച്ചു പോകും, അതും പറയുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ ഇത് പറയുന്നത്, പിന്നെ അടുത്ത ലക്ഷണം, ഒരു വൈഷ്ണവന്റെ ലക്ഷണം പർപ്പോട്ടിൽ പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും പരസ്പരം കാണുമ്പോൾ, ഒരു ഭക്തന്മാര് പരസ്പരം കാണുമ്പോൾ കൃഷ്ണനെ കുറിച്ചും കൃഷ്ണന്റെ കഥകളും മാത്രം സംസാരിക്കുക. നമുക്കിത് എത്ര കണ്ട് സാധിക്കുന്നുണ്ടോ പ്രഭു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഡിവോട്ടി, പേര് പറയുന്നില്ല, ഡിവോട്ടി കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. അവര് വാസ്തവത്തിൽ എനിക്കത് നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഭഗവാന്റെ കാര്യം മാത്രം ആ കുട്ടികൾ പറയുന്നുണ്ട്, കേൾക്കാനും ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രായമായവരും യങ് സ്റ്റേജിലുള്ളവർക്കും അതിന് സാധിക്കുന്നില്ല. ഞാൻ കുറ്റമല്ല പറയുന്നത്, നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അതായത് ചില കാര്യങ്ങൾ പ്രഭു ഇപ്പൊ നിയമം തന്നെ അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ ചിലര് അനുസരിക്കുള്ളൂ, അല്ലേ? നമുക്ക് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ പോലും അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ ചിലർ അനുസരിക്കുള്ളൂ. അതുപോലെ നമുക്ക് ഇപ്പൊ അമ്പലത്തിൽ വന്നാൽ ഭഗവാന്റെ കാര്യം മാത്രമേ സംസാരിക്കാവൂ എന്നൊരു നിബന്ധന അടിച്ചേൽപ്പിക്കാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമുക്ക് കുറെ മാറാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്ന എന്റെ ദുഃഖം എന്ന് വെച്ചാൽ, ഇത്രയും വർഷമായിട്ട് നമ്മളൊന്നും മാറുന്നില്ല. നമ്മൾ ഒരുപാട് ഭാഗവതം വായിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, ഇതെല്ലാം നമ്മൾ ക്ലാസ് കഴിയുമ്പം പിന്നെ നമ്മൾ പഴയതിലേക്ക് പോകുന്നത്. അതായത് ഇപ്പൊ ഞാൻ തന്നെ എത്ര വയസ്സായി, എനിക്ക് ഒന്നും മാറാൻ പറ്റില്ല. ഞാനിപ്പോഴും കുട്ടിയും കുടുംബമായിട്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കെങ്കിലും ഉണ്ടാകരുത്. നിങ്ങൾ യങ് സ്റ്റേജിലുള്ളവരത് മനസ്സിലാക്കണം. അതിനുള്ള ഒരു ഇതാണ് പ്രഭു ഇത്രയും നേരം പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ ചിലതൊക്കെ അടിച്ചേൽപ്പിക്കേണ്ടി വരും. ആ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഭക്തിയിൽ തന്നെ ഉറച്ചു വരണം. ഭാഗവതം നമ്മൾ പറഞ്ഞില്ലേ, ഭാഗവതം വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ പറയണം പ്രഭു. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. നൈസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു കാര്യം ഒരാളിനെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ ഫോഴ്സ് ചെയ്യോ അത്രത്തോളം അത് വളഞ്ഞ് അതിന്റെ ദിവസം ഒടിഞ്ഞു പോകും. നമുക്ക് അങ്ങനെ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് അത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. കാരണം നമുക്ക് കൈ വീശി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നിട്ടുണ്ട്. കൈ വീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ ഈ കൈ വീശി നടക്കുന്നത് വേറൊരാളിന്റെ, നമ്മുടെ തൊട്ടു മുന്നിൽ നടക്കുന്ന ഒരാളിന്റെ ദേഹത്ത് തട്ടുന്നത് വരെയുള്ളൂ ആ സ്വാതന്ത്ര്യം. അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മൾക്ക് എന്തെല്ലാം പരിമിതികളുണ്ട്, നമ്മൾക്ക് എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ട്, നമ്മൾ ഏത് സമയത്ത് ഏത് ഗുണത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതാ മഹാരാജ് ഒരു ഇതിൽ പറയും, ഐഡന്റിഫൈ അവർ ഡിഫക്ട്സ്. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഡിഫക്ട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരെ, അതിനുശേഷം കറക്റ്റിംഗ് അവർ ഡിഫക്ട്സ്. ആ ഡിഫക്ട്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയും വേണം. ആ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരാളിനെ സ്നേഹപൂർവ്വം ഉപദേശിക്കണമെങ്കിൽ അവർക്ക് മാറാൻ പറ്റും. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഇത് പാലിക്കുകയില്ല, ബട്ട് നമ്മൾ വേറൊരാളിനെ പാലിക്കാനായിട്ട് ഉപദേശിക്കുകയും ചെയ്യും. സോ അത് പാടില്ല. നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടും സൈലന്റ് ആയിട്ടും ഇരുന്ന് നമ്മൾ ആദ്യം ഇത് പാലിക്കാനായിട്ട് ശ്രമിക്കണം. ജയ് ശ്രീ ശ്രീ ജഗന്നാഥ സിദ്ധരാമയ്യക്ക്, ശ്രീല പ്രഭുപാദിക്ക്, ശ്രീല ഗുരുദേവിക്ക്, തായ് ഗൗരവീക്ക്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേഷ്ണ പ്രഭു, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ശരിക്ക് വൈഷ്ണവര് എന്ന് പറഞ്ഞ ആരാണ്? വൈഷ്ണവർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? വൈഷ്ണവർക്കുള്ള ഗുണഗണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മാതാജി, ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമായി. അതായത് തിദിക്ഷയ കരുണയ മൈത്രിയ ച അഖില ചന്ദുഷു സമത്വേന ച സർവാത്മ ഭഗവാൻ സംരക്ഷിക്കുന്നു. തിദിക്ഷയ മീൻസ് ടോളറൻസ്. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ടോളറേറ്റ് ചെയ്യും. ആരെ കൊണ്ട് നമുക്ക് എന്ത് ഉപദ്രവം ഉണ്ടായാലും നമ്മൾ അത് ടോളറേറ്റ് ചെയ്യണം. മറിച്ച് നമ്മൾ അതിനെ ബ്ലെയിം ചെയ്യാൻ പോകരുത്. അതാ തിദിക്ഷയ. രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് കരുണയാണ്. നമ്മൾ കമ്പാഷൻ ഉണ്ടായിരിക്കണം. മറ്റൊരാളെടുത്ത്, മറ്റൊരു ജീവാത്മാവിനോട് കരുണ ഉണ്ടായിരിക്കും. മൈത്രിയ ച അഖില ചന്ദുഷു, എല്ലാ ജീവാത്മാക്കളോടും എന്തുണ്ടായിരിക്കണം?
മൈത്രിയ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സമത്വേന ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഭഗവാൻ സംപ്രസിദ്ധ. ഭഗവാൻ എപ്പോഴാണോ ഒരു വൈഷ്ണവനില് സംപ്രീതനാവുന്നത് അപ്പോഴും മാത്രമേ ഒരാൾക്ക് റിയൽ വൈഷ്ണവനാവാൻ കഴിയൂ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു.